നമസ്കാരം. ലോകരാജ്യങ്ങളെ ഒന്നടങ്കം അതിശയിപ്പിക്കും വിധമുള്ള വിസ്മയ സൃഷ്ടികൾ വിവിധ മേഖലകളിൽ പുറത്തിറക്കുന്ന രാജ്യമായ ചൈന പ്രതിരോധ രംഗത്ത് ഒരു പുതു അധ്യായം രചിച്ചിരിക്കുകയാണ്. ചരക്ക് കപ്പലുകളെ അത്യാധുനിക യുദ്ധക്കപ്പലാക്കി മാറ്റാനുള്ള ആശയമാണ് ഇത്തവണ ചൈന അവതരിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ കാഴ്ചയിൽ ചരക്ക് കപ്പലിനെ പോലെ ഇരിക്കുന്ന എന്നാൽ അത്യുഗ്രശേഷിയുള്ള യുദ്ധക്കപ്പൽ നിർമ്മിച്ചിരിക്കുകയാണ് ചൈന. വെറുമൊരു ചരക്ക് കപ്പൽ എന്ന പ്രതീതി ജനിപ്പിക്കും വിധം നിർമ്മിച്ചിരിക്കുന്ന പുതിയ യുദ്ധക്കപ്പലിൽ മിസൈലുകൾ, ഡ്രോണുകൾ തുടങ്ങിയ അത്യാധുനിക ആയുധ സാങ്കേതിക സംവിധാനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ പുതുകപ്പലിന്റെ അനാച്ഛാദനത്തോടെ ചൈന യുഎസിനെ പോലും വെല്ലുവിളിച്ച് മുന്നേറുന്നുവെന്ന വിലയിരുത്തലുകൾ ശക്തമാവുകയാണ്. സാധാരണ ചരക്ക് കപ്പലുകളെ യുദ്ധക്കപ്പലാക്കി പരിവർത്തനം ചെയ്യാനുള്ള സാങ്കേതിക ശേഷിയാണ് ഇതിലൂടെ ഈ രാജ്യം പ്രകടമാക്കിയിരിക്കുന്നത്. ഷോങ്ഡെ 79 എന്നാണ് ചൈന അവതരിപ്പിച്ചിരിക്കുന്ന ചരക്ക് കപ്പലിന് സമാനമായ പുതിയ യുദ്ധക്കപ്പലിന്റെ പേര്. സാധാരണ ചരക്ക് നീക്കത്തിനായി പ്രയോജനപ്പെടുത്തുന്ന 97 മീറ്റർ നീളമുള്ള കണ്ടെയ്നർ കപ്പലിനെയാണ് ചൈന യുദ്ധക്കപ്പലാക്കി രൂപാന്തരപ്പെടുത്തിയത്. നിലവിലിത് ചൈനയുടെ ഷാങ്ഹായിലെ ഹുഡോങ് ഷോങ്ഹുവ കപ്പൽശാലയിലാണ് അങ്കൂരമിട്ടിരിക്കുന്നത്. ഈ കപ്പലിന്റെ ദൃശ്യങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ ലോകം മുഴുവൻ അത് ചർച്ചാ വിഷയമായി തീർന്നു. അത്യാധുനിക ഡ്രോണുകളുടെ വിക്ഷേപണത്തിന് ഉപകരിക്കുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് കാറ്റാപൾട്ട് പുതിയ കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്നതിന്റെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിനൊപ്പം കണ്ടെയ്നറുകൾക്കുള്ളിൽ ഒളിപ്പിക്കാനാകും വിധമുള്ള മിസൈൽ ലോഞ്ചർ സംവിധാനങ്ങളും ഈ കപ്പലിലുണ്ട്. ഡ്രോണുകൾ, യുദ്ധവിമാനങ്ങൾ തുടങ്ങിയവ വിക്ഷേപിക്കാനുള്ള വെർട്ടിക്കൽ ലോഞ്ച് മിസൈൽ സെല്ലുകളും ഇതിലൊരുക്കിയിരിക്കുന്നു. ഈ കപ്പലിൽ നിന്നും വിക്ഷേപണത്തിനായി തയ്യാറായി നിൽക്കും വിധമുള്ള സ്റ്റെൽത്ത് ഡ്രോണുകളുടെ ചിത്രങ്ങളും പുറത്തുവന്ന ദൃശ്യങ്ങളിൽ കാണാനാകും. സാധാരണ കണ്ടെയ്നർ കപ്പലിനെ പോലും നാവിക യുദ്ധരംഗത്തിറക്കാനാകും വിധമുള്ള ആഴ്സണൽ ഷിപ്പാക്കി പരിണമിപ്പിക്കാനുള്ള അപാര കഴിവ് ചൈനയ്ക്കുണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് ഷോങ്ഡ 79. ചരക്ക് കപ്പലിനെ യുദ്ധക്കപ്പലാക്കി പരിണമിപ്പിക്കാനുള്ള തങ്ങളുടെ ശേഷി പ്രകടമാക്കിയതിലൂടെ ചൈന ലോകത്തിനു മുഴുവൻ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് നൽകിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ലോകത്തെ ഒന്നാകെ ഈ കപ്പലിന്റെ ദൃശ്യങ്ങൾ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. നിലവിൽ 370 പരം യുദ്ധക്കപ്പലുകളുമായി ചൈനീസ് നാവികപ്പട ആഗോളതലത്തിലെ തന്നെ ഏറ്റവും വലിയ നാവികസേന എന്ന പട്ടം സ്വന്തമാക്കിയിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയ്ക്ക് 290 സൈനിക കപ്പലുകളാണുള്ളത്. എന്നിരുന്നാലും ഇക്കാലം അത്രയും നാവിക തലത്തിലുള്ള സൈനിക സാങ്കേതിക മേൽക്കോയ്മ യുഎസിനായിരുന്നു. എന്നാൽ ചൈന നടത്തിവരുന്ന പുതുമുന്നേറ്റങ്ങൾ അമേരിക്കയുടെ പ്രതാപം കെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ആഗോള നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അമേരിക്കയുമായി ഏറ്റുമുട്ടേണ്ടി വരുന്ന ഒരു സാഹചര്യം വന്നാൽ പോലും ചൈന തെല്ലും കുലുങ്ങില്ല എന്നാണ് നിരീക്ഷകർ ആവർത്തിക്കുന്നത്. ചരക്ക് കപ്പലിനെ വളരെ വേഗം അത്യാധുനിക യുദ്ധക്കപ്പലാക്കി തീർത്ത് രംഗത്തിറക്കാനുള്ള ചൈനയുടെ ശേഷി അവർക്ക് കൂടുതൽ കരുത്തു പകരുകയാണ്. നിലവിൽ ചൈനയുടെ കൈവശം 4000 പരം ചരക്ക് കപ്പലുകളാണുള്ളതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആവശ്യഘട്ടങ്ങളിൽ ഈ ചരക്ക് കപ്പലുകൾ യുദ്ധക്കപ്പലുകളാക്കി പരിവർത്തനം ചെയ്താൽ അത് ലോകത്തിനു മുന്നിൽ വലിയ ഭീഷണിയായി മാറും. വാണിജ്യ കപ്പൽ എന്ന മറവിൽ യുദ്ധക്കപ്പലുകൾ പുറത്തിറക്കുന്നത് മറ്റ് രാജ്യങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പം ജനിപ്പിക്കും. അതിനാൽ തന്നെ എതിരാളികളുടെ സമുദ്രാതിർത്തിക്കപ്പുറമെത്താൻ ചൈനയുടെ ഇത്തരം കപ്പലുകൾക്കാകുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. മാത്രവുമല്ല, ഈ കപ്പലുകളിൽ നിന്നും വിക്ഷേപിക്കുന്ന ഡ്രോണുകൾ ഒരേ സമയം കൂട്ടമായി എത്തി വൻ ആക്രമണം നടത്തിയാൽ ശത്രു രാജ്യങ്ങളുടെ പ്രതിരോധ ശ്രമങ്ങളുടെ മുനയും ഒടിയും. ഇക്കാരണങ്ങളാലെല്ലാമാണ് ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ചൈനയുടെ ഈ പുതിയ നീക്കത്തെ വീക്ഷിക്കുന്നത്. നിലവിൽ ചൈനീസ് കമ്പനികളുടെ നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങൾ സൗത്ത് ചൈന കടൽ മുതൽ ലാറ്റിൻ അമേരിക്കയിൽ വരെ വ്യാപിച്ചു കിടക്കുകയാണ്. ഇവിടങ്ങളിൽ നിന്നെത്തുന്ന കപ്പലുകൾ ചരക്ക് കപ്പലുകളാണോ അതോ യുദ്ധക്കപ്പലുകളാണോ എന്ന് തിരിച്ചറിയുക പ്രയാസമുള്ളതായി തീരും. പ്രത്യേകിച്ച് യുഎസിനെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷാ വെല്ലുവിളിയാണ് ചൈനയുടെ ഈ മുന്നേറ്റം ഉയർത്തുന്നത്. അതേസമയം ചരക്ക് കപ്പലിനെ യുദ്ധക്കപ്പലാക്കി മാറ്റി ചൈന പുറത്തിറക്കിയിരിക്കുന്ന ദൃശ്യങ്ങൾ വെറും കൺസെപ്റ്റ് മാതൃകയാകാമെന്ന വാദവും ഉയരുന്നുണ്ട്. ഒരുപക്ഷെ ചൈന നിലവിൽ സാധ്യമാക്കിയിരിക്കുന്നത് ഒരു പ്രോട്ടോടൈപ്പ് ആയിരിക്കുമെന്നും പറയപ്പെടുന്നു. എന്നിരുന്നാലും ചരക്ക് കപ്പലിനെ യുദ്ധക്കപ്പലാക്കി മാറ്റാനാകുമെന്ന ആശയം ചൈന അവതരിപ്പിച്ചിരിക്കുന്നത് ആഗോളതലത്തിൽ മുഴുവൻ കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്.
വാർത്തയുടെ നിറം തേടി തനിനിറം.